ഇന്നത്തെ വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോട്ടോ. ഹോണ്ട സിവിക്കാണ് വണ്ടി, സ്റ്റോക്കാണ്. എല്ലാ അൾട്രേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകണുള്ളൂ, ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു വണ്ടിയിൽ നമ്മൾ ഈ HKSൻ്റെ ഈ ഒരു മഫ്ലർ കയറ്റിയാണല്ലോ നമ്മൾ ലോ ബഡ്ജറ്റ് വാൾ ബോട്ടോടെയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ പോവാണ്. അതുപോലെ തന്നെ ഇതിൽ നമ്മൾ ചെയ്യേണ്ട ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞത് ഇതിന് മുമ്പ് ചെയ്തത് കട്ട് ചെയ്തെടുത്തുള്ളൊരു പീസാട്ടോ. ഈ വണ്ടി മൊത്തം ചെയ്താണ്, സ്ട്രൈറ്റ് ആയിട്ട് ചെയ്ത പീസാണിത്. അതുപോലെ തന്നെ ഈ കാണുന്ന പീസ് ഒരു ടീം ചെയ്തിട്ട് ഫെയിൽഡായിട്ട് നമുക്ക് കൊടുത്തു തന്നിട്ടുള്ള പീസാട്ടോ ഈ കാണുന്നത്. അതൊരു ത്രോട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് ഒഴിവാക്കിയിട്ട് നമ്മളതായിട്ടുള്ള രീതിയിൽ നമ്മൾ ചെയ്യണം കേട്ടോ ഈ വീഡിയോയിൽ. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് ഫുൾ ഭാഗങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. അതുപോലെ തന്നെ ഈ കാണുന്ന ഒരു പീസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബാക്കിൽ വരുന്ന സൈലൻസർ ആട്ടോ ഈ കാണുന്നത്. അതുപോലെ അതുമ്പോൾ കണക്ഷനും കാര്യങ്ങളും പോലെ സ്റ്റോക്ക് സൗണ്ടിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതാണ് ഈ കാണുന്ന പീസും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് ക്ലിയർ ആക്കണം എന്നുള്ളതാണ്. അതുപോലെ നമ്മളെ വീഡിയോ ഫസ്റ്റ് ടൈം കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിലേക്ക് പോകാം. ഈ കാണുന്ന പീസ് HKSൻ്റെ ഷോർട്ടായിട്ടുള്ളൊരു മഫ്ലർ കേട്ടോ. അപ്പോൾ ഇതിൽ വെൽഡിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇവിടെ കട്ടിയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ കാണുന്നത് ഇതിൻ്റെ സ്റ്റോക്കിൻ്റെ ബാക്ക് ക്യാന്, അതിലിവിടെ ജസ്റ്റ് ഒന്ന് ചെറിയ പീസും കൊടുത്തുകൊണ്ട് ജോയിൻ്റ് അടിച്ചിട്ടുണ്ട്. കാരണം ഇതാണ് ഇവിടെ ആദ്യം സ്ട്രൈറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം കണ്ടോ, ഇത് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ബാക്ക് ലോറാമിൻ്റെ ഭാഗത്തേക്കായിട്ടാണ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ തട്ടിയിട്ട് ഈ ഭാഗം ബെൻഡായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഫിറ്റിങ് കാര്യങ്ങൾ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തിട്ട് ഇവിടെ സ്ട്രൈറ്റ് കൊടുക്കണം. അതുപോലെ തന്നെ അതിനകത്ത് അടിയിൽ വരുന്ന സൈലൻസിനെ അയച്ചിട്ട് ഏതൊക്കെ ഭാഗങ്ങളാണെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സെൻറ്റർ സൈലൻസർ വരുന്നത് കേട്ടോ. സെൻറ്റർ ക്യാൻ വരുന്നത്, ബാക്കിലൊരു ക്യാൻ വരും. അതുപോലെ ഇത്ര വലുപ്പമുള്ളൊരു പീസ് സെൻറ്ററിൽ വരും. അതുപോലെ ഇതിന് ഫ്രണ്ടിലേക്ക് എഞ്ചിൻ്റെ അടിയിലൂടെ ഒരു പീസ് വരുന്നുണ്ട് കാറ്റലിറ്റിക്ക് കഴിഞ്ഞിട്ട്. അപ്പോൾ ഈ കാണുന്ന ഭാഗമാണ് ഇതിൻ്റെ സെൻറ്റർ പീസ്. അപ്പോൾ ഈ ഒരു ക്യാന് അഡീഷണൽ രണ്ടാമത് കയറ്റിയിട്ടുള്ളതാണ്. സ്റ്റോക്ക് തന്നെയാണ്, ഇതിന്മേൽ കംപ്ലൈൻ്റ് ആയിട്ട് കയറ്റിയെന്ന് ഞാൻ കരുതുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗം കണ്ടോ, ഇവിടെയൊക്കെ അടി തട്ടിയിട്ട് ബെൻഡായതാണോ ഇനി ഇത് സെറ്റ് ചെയ്യുന്ന ടൈമിൽ ബെൻഡാക്കിയതാണോ എന്നറിയില്ല. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഭാഗത്തൊന്നും സ്പേസ് ഇല്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ക്യാൻ നമുക്ക് അത്യാവശ്യം സ്പേസിൽ കയറുന്നുണ്ടെങ്കിൽ ഇവിടെ സെറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തതിന് ശേഷം വണ്ടിയുടെ അടിയിൽ എത്രത്തോളം സ്പേസ് ഉണ്ട് ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ, വർക്ക് ഏറെക്കുറെ ഈ ഒരു ലെവലിലേക്ക് എത്തിട്ടോ. അപ്പോൾ മഫ്ലർ കയറ്റിയിട്ടുണ്ട്. അത് കഴിഞ്ഞ ശേഷം കട്ടൗട്ട്, ത്രോട്ടിൽ ബോഡി, പിന്നെ എൽബോ കൊടുത്തിട്ടാണ് ഈ ഒരു ഭാഗം കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ വെച്ചാൽ ഇതിനകത്ത് കയറ്റുന്ന ടൈമിൽ എന്തെങ്കിലും ഫോൾട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ പിന്നെ ഇറക്കിയിട്ട് ക്ലിയർ ചെയ്യേണ്ടി വരും. ഇതിപ്പോൾ 3-4 വട്ടം കയറ്റി ഇറക്കിയിട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗങ്ങൾ നമുക്ക് മനസ്സിലായി സെറ്റാക്കി എന്നുള്ളത്. പിന്നെ മെഷർമെൻറ്റും കാര്യങ്ങളെല്ലാം കൂടെ സെറ്റാക്കി വന്നപ്പോൾ ഇങ്ങനെ ഇത്രയും ഇതായി ടൈം ആയിരിക്കണം. അത്യാവശ്യം ഡാർക്ക് ആയി തുടങ്ങി. അപ്പോൾ ഇവിടെ എൽബോ കൊടുത്തത് എന്താ വെച്ചാൽ നമുക്ക് ഇത്രയും ഫോഴ്സ് ഇതിനകത്തേക്ക് വരാൻ വേണ്ടിയിട്ട് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ സ്ട്രൈറ്റ് ഈ ലെവലിലേക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോഴ്സ് കിട്ടില്ല. പിന്നെ ഇതിൻ്റെ വണ്ടിയുടെ ഏകദേശം ഗ്യാപ്പ് വരുന്നത് ഈ ഒരു ഏരിയയിലായിട്ടാണ്. അപ്പോൾ ഇവിടെയാണ് ഇത്രയും വലുപ്പമുള്ള പീസ് നമുക്ക് ഒതുങ്ങി കിട്ടുള്ളൂ എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു ഭാഗം ഇവിടെ സ്പോട്ട് ചെയ്തിട്ട് പക്കാക്കണം. അതുപോലെ ഈ ഒരു ഭാഗം ക്ലിയർ ചെയ്യണം. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഈ ഒരു ഭാഗങ്ങൾ എന്താണെന്നുള്ളത് ഇതിന് മുമ്പത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാം. ഈ ഒരു ഭാഗങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അതിലുണ്ട്. ഇത് എന്തിൻ്റെ ഐറ്റാണ്, എന്താണ് സംഭവം എന്നുള്ളത് കേട്ടോ. അപ്പോൾ കസ്റ്റം വാൾവോട്രോണിക്കാണ്. അപ്പോൾ അതിൻ്റെ ഭാഗങ്ങളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുണ്ടോ, വെൽഡിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നുള്ളത് പറഞ്ഞാൽ പഴയതായിട്ട് ഈ സെറ്റ് ചെയ്തിട്ടുള്ള ഭാഗങ്ങൾ ഫുള്ള് കട്ട് ചെയ്ത് ഒഴിവാക്കണം. അപ്പോൾ എന്താ വെച്ചാൽ ഇതിന് മുമ്പ് സെറ്റ് ചെയ്തപ്പോഴുള്ള പീസ് കേട്ടോ. അപ്പോൾ ഞാൻ ഫുള്ള് ഫിനിഷ് ചെയ്തതിന് ശേഷം കട്ട് ചെയ്യാൻ കരുതിയായിരുന്നു. അപ്പോൾ ആ ഒരു പീസ് സെറ്റാക്കണം. അപ്പോൾ അത് ഇത്രയും ഭാഗം നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് ക്ലിയർ ആക്കും. അതുപോലെ തന്നെ ഈ ഒരു കട്ടിങ് കാര്യങ്ങൾ അടിഭാഗത്ത് കൊടുത്തതെന്ന് വെച്ചാൽ ഈ സൈലൻസറുണ്ടോ സ്ക്രാച്ച് ആയിട്ട്. അപ്പോൾ എനിവ ആവുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് ആയിക്കോളും, ബാക്കിയുള്ള ഭാഗങ്ങൾ പക്കാവും. പിന്നെ ഈ ഒരു ഭാഗത്തും ടച്ച് ആവും കേട്ടോ, ഇവിടെ ഈ ബെൻഡ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഉൾഭാഗം ഉണ്ട്, അത്യാവശ്യം ലുക്കിലുണ്ട്. വർക്ക് കംപ്ലീറ്റ് ആയി. ബാക്കി ഭാഗങ്ങളെല്ലാം സൂട്ടാക്കി. ഇതാണ് ആ സൈലൻസിൻ്റെ ഭാഗങ്ങളെല്ലാം വരുന്നത്. അപ്പോൾ അത്യാവശ്യം ഡാർക്കായിട്ടോ, ലൈറ്റും കാര്യങ്ങളൊക്കെ പോയി. അപ്പോൾ ഞാൻ ബൾബൊക്കെ എത്തിച്ചിട്ട് വീഡിയോ എടുക്കണേ. ആ ബാക്കി ഇങ്ങനെ ഫിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് രാവിലെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ആണ് ഇതിൻ്റെ ത്രോട്ടിലും കാര്യങ്ങളൊക്കെ കണ്ടോ. ഓപ്പണും ക്ലോസൊക്കെ ഇഷ്ടപ്പെടുന്നതിന് കാണിച്ചു തരാം. അതിനകത്ത് എത്രത്തോളം മനസ്സിലാവുന്നറിയില്ല. അതുണ്ടോ, ഇതാണ് ഓപ്പണും ക്ലോസും കാര്യങ്ങളൊക്കെ. അപ്പോൾ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അടുത്ത ദിവസം രാവിലെ തൊട്ട് ഞാൻ ഈ വീഡിയോ എടുക്കണേ. അപ്പോൾ ഇന്നലെ ലൈറ്റ് ഉള്ളു നമ്മൾ വർക്ക് ചെയ്തിട്ട് ഇത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ലെഗുമൊന്നും ഇറക്കിയിട്ടില്ല കേട്ടോ വണ്ടി. ജസ്റ്റ് നിങ്ങൾക്ക് ബാക്ക് സൈഡിൽ നിന്ന് അതിൻ്റെ ഒരു ഭാഗം കാണിച്ചു തരാം. ഇതുണ്ടോ, ഇതാണ് ഇതിൻ്റെ ബാക്ക് ക്യാൻ വരുന്നത്. അതിനുശേഷം ഇതിനകത്തോടെ പോയി കണ്ടോ, ആ കാണാനാണ് HKSൻ്റെ മഫ്ലർ വരുന്നത്. ആ റൗണ്ട് എത്രത്തോളം ക്ലിയർ ആവുണ്ടാവില്ല. ഇതുണ്ടോ, ആ കാണുന്ന റൗണ്ട് 10 ലോങ് ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ബെൻഡും കാര്യങ്ങളൊക്കെ ഇത് മുമ്പ് ചെയ്ത ടീം ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ ഈ ക്യാനും കാര്യങ്ങളൊക്കെ സംഭവം കുഴപ്പമില്ല, അവിടെ ഇവിടെ തട്ടണമൊന്നുമില്ല കേട്ടോ, ഒക്കെ ആയിട്ടുണ്ട്. പിന്നെ വണ്ടി നേരത്തെ ഇറക്കി വയ്ക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ കാണാനില്ല. പിന്നെ അതുപോലെ അവിടെ പോയിട്ട് എടുത്തു തരാം ഫ്രണ്ടേജ്.
ഇത് കണ്ടോ, അടി കണ്ടോ എത്രത്തോളം ക്ലിയറൻസ് ഉണ്ട് എന്നുള്ളത്. ഇത് കണ്ടോ, ഈ മഫ്ലർ ജസ്റ്റ് അടിയിലേക്ക് ബെൻഡാക്കി കിട്ടിയെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബോഡി ലെവലിന് ചെറിയൊരു താഴ്ചയുണ്ട്. അതുപോലെ ത്രോട്ടിൽ ബോഡിയുടെ ഭാഗം ഉണ്ടോ, അപ്പോൾ ഇത്രയും ജസ്റ്റ് അടി കിടന്നിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് മഫ്ലർ. മഫ്ലറിൻ്റെ അടിഭാഗം നമ്മൾ ഫുള്ള് ഗ്രൈൻഡ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. കാരണം ഇതിൻ്റെ അടിയിൽ അത്യാവശ്യം ഭാഗങ്ങൾ വെൽഡ് ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ ക്ലിയർ ആക്കിയിട്ടുണ്ട്. പിന്നെ വരുന്നത് അതിൻ്റെ ത്രോട്ടിൽ ബോഡിയാണ് ഈ കാണുന്നത്. അത് കേബിൾ വെച്ചിട്ട് ഫ്രണ്ടേജ് കൂടെ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ സ്റ്റോണാക്കി കാണിച്ചോ, ഇങ്ങനെ വർക്കിംഗ് വരിക. കേബിൾ നേരെ ഫ്രണ്ടിൽ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. എത്രത്തോളം ഗ്രാവ് ഉണ്ടായിരുന്നില്ല, അടിയിൽ കുറച്ച് ഡാർക്ക് കേട്ടോ. അപ്പോൾ ഇതാണ് സൈലൻസറിൻ്റെ അവസ്ഥ. അപ്പോൾ ഇതാണ് മഫ്ലറിൻ്റെ ഭാഗങ്ങൾ. സ്റ്റാർട്ട് ചെയ്തിട്ട് സ്റ്റാർട്ട് എന്നുള്ള സൗണ്ട് ഒന്ന് കേൾപ്പിച്ചു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ കൊടുത്തുള്ളത് പറഞ്ഞാൽ കേട്ടോ, ഈ ഒരു ഏരിയയിലായിട്ട് കേട്ടോ, അതായത് ആക്സിലേറ്റർ ബട്ടണിൻ്റെ ഒരു ഏരിയയിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിന് ശേഷം സ്റ്റാർട്ട് ചെയ്തു. ഇത് വണ്ടി ഓട്ടോമാറ്റിക് ആട്ടോ വണ്ടി വരുന്നത്. സ്റ്റാർട്ട് ചെയ്ത് ആക്സിലേറ്റർ എടുക്കുന്ന സൗണ്ട് കേട്ടോ. ഇത് നോർമലി ഈ പുള്ളി ചെയ്തിട്ട് ഇതാണ് പുള്ളി ചെയ്തിട്ടുള്ള സൗണ്ട്. അപ്പോൾ ഇത് ഇനി സ്റ്റാർട്ട് ചെയ്തിട്ട് പുറത്തുനിന്നുള്ള സൗണ്ട് ഒന്ന് കേൾപ്പിച്ചു തരാം. സ്റ്റാർട്ട് ചെയ്യും. ഇതാണ് നോർമലി സൗണ്ട് ഉള്ളത് കേട്ടോ. ഈ പുള്ളി ചെയ്തിട്ട് ടെസ്റ്റ് കാണിച്ചു തരാം. ഒരിക്കൽ ഐഡിയ ഇല്ല. അപ്പോൾ ഇതാണ് ത്രോട്ടിൽ വലിച്ചിട്ടുള്ള സൗണ്ട്. റൈസ് അയക്കാം. ചോട്ട് പിടിച്ച ചോട്ടുപിടി. അടിച്ച ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കസ്റ്റമർ മോട്ടോണിക്കിൻ്റെ വിശേഷങ്ങൾ കാര്യം കേട്ടോ. അപ്പോൾ ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ റിപ്ലൈ തരാമെന്നുള്ളതാണ്. ഫാസ്റ്റോക്ക് ഓഫീസിൽ നിന്നാട്ടോ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേര്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ കാണുമ്പോഴേക്കും ഗുഡ് ബൈ.